KTU 2019 സ്കീം S1S2 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 3ലെ തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെയും സെൻട്രോയിഡിൻ്റെ പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്തു. അതിൻ്റെ ഇക്വേഷൻസ് ഉള്ള പേജാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നമുക്കിത് പഠിക്കണം, പ്രോബ്ലത്തിന് നമുക്കിത് ആവശ്യമുണ്ട്, നമുക്കറിയാം അത്. ഇനി നമുക്ക് കുറച്ച് ബേസിക്കുള്ള ഡെഫിനേഷൻസിലേക്ക് പോകാം. ആദ്യം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഒരു ബോഡി അതിൻ്റെ റൊട്ടേഷൻ മോഷനെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇത് അതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ആൻഡ് റിലേറ്റീവ് ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അടുത്തായിട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒരു സ്ട്രിപ്പ് ഉണ്ട്, അതിൻ്റെ ഏരിയ എ ആണ്, അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ. അതുപോലെ അതിൻ്റെ റെഫറൻസ് ആക്സിസ് എ ബി ആണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ എ ബി ആക്സിസ് ടു ദ സ്ട്രിപ്പ്, അതിനെയാണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് I=AK². അവിടെ നിന്നാണ് നമുക്ക് K=5/a എന്നുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് പാരലൽ ആക്സിസ് തിയറം. ഒരു പ്ലെയിൻ ലാമിനയുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ IG ആണെങ്കിൽ വേറൊരു ആക്സിസ് AB അത് സെൻട്രൽ ആക്സിസിന് പാരലാണ്. അതുപോലെ H ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് IAB=IG+AA² ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത്. നമ്മൾ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്ത ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് താഴെ കാണിച്ച ഫിഗറിൽ IAB എന്ന് പറയുമ്പോൾ R²dAക്ക് പകരം y+h² dA എന്ന് എഴുതാൻ പറ്റും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. IXXും IYYയും IZZും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് പാസിങ് ത്രൂ എ ബോഡി ആണെങ്കിൽ IZZ എന്ന് പറയുന്നത് IXX+IYY എന്ന് പറയുന്ന തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇതാണ് നമ്മൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലത്തിൽ ചെയ്തേക്കുന്നത്. അതിന് പ്രൂഫ് നമ്മളവിടെ എഴുതിയുണ്ട്. IZZ=R²dA. അപ്പോൾ R² വേണം നമ്മൾ x²+y² എന്ന് കൊടുക്കുന്നു. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് IXX+IYY എന്ന് കിട്ടും. ഒരു XY പ്ലെയിനിൽ ഒരു ബോഡിയുടെ മാസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ വിളിക്കുന്ന ടേമാണ് പ്രൊഡക്റ്റ് ഓഫ് ഇനേഷ്യ, ഇൻ്റഗ്രൽ XY/dA എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ഒരു ആക്സിസ് 0 ആണെങ്കിൽ ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഒരു ബോഡിയുടെ എൻറ്റയർ മാസ് ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നെക്സ്റ്റ് പാപ്പസ്-ഗുൾഡിനസ് തിയറമാണ്. ഒരു പ്ലെയിൻ കർവ് റിവോൾവ് ചെയ്തിട്ട് നമുക്കൊരു ഏരിയ അല്ലെങ്കിൽ ഒരു സർഫസ് ജനറേറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു ഏരിയ റിവോൾവ് ചെയ്തിട്ട് നമുക്കൊരു വോളിയം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന തിയറമാണ് പാപ്പസ്-ഗുൾഡിനസ് തിയറം. നെക്സ്റ്റ് സെൻട്രോയിഡ് ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഡെറിവേഷനാണ്. അവിടെ നമ്മൾ B ബ്രെഡ്ത്തും H ഹൈറ്റുള്ളൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ എലമെൻ്റാണ് dy. അപ്പോൾ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ അവിടെ BH എന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം x⁻ ഇക്വേഷൻ എഴുതിയിട്ട് ഇൻ്റഗ്രൽ x⁻dA/A എന്ന് എഴുതുന്നു. നമുക്കറിയാം ഏരിയ BDY ആണ്. അങ്ങനെ നമ്മൾ നേരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ 0 to h ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് B/2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. അതുപോലെ y⁻ ഡെറിവേഷനിൽ y×BDY എന്ന് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അവിടുന്ന് h/2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്കറിയാം IXൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ y⁻² എന്നാണ്. അപ്പോൾ y⁻² നമ്മൾ dy² എന്ന് എഴുതുന്നു. അങ്ങനെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. -h/2 to h/2 വരെ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് BH³/12 എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നു. അതുപോലെ IYയുടെ കേസ് വരുമ്പോൾ x²dx എഴുതുന്നു. എന്നിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സിലിണ്ടറാണ്. അപ്പോൾ DI എന്നുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്
ഡി എമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് മുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ dIz എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ മോഡ് ഓഫ് ഇനേഷ്യ ഓഫ് സിലിണ്ടർ അബൌട്ട് z ആക്സ് ആണ് കാണുന്നത്. നമ്മൾ ആദ്യം ഡിസ്ക് ചെയ്തു. ഇനി സിലിണ്ടറിലേക്ക് വരുമ്പോൾ അഗെയിൻ സെയിം പോലെ തന്നെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ മുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഹാഫ് mr² എത്തുന്നു. അപ്പോൾ മൊഡ്യൂൾ 3 നമുക്ക് ആ തിയറംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം വൃത്തിയായിട്ട് നോക്കി വയ്ക്കുക. അഗെയിൻ ഇക്വേഷൻസ് പഠിക്കാൻ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ ചെറിയ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. ഇത്രയും സാധനങ്ങൾ 3 മാർക്സിന് വേണ്ടി വൃത്തിയായിട്ട് കവർ ചെയ്തു വയ്ക്കുക എക്സാമിന് പോകുമ്പോൾ.